ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡിന് പിന്നാലെ കാർത്തി ചിദംബരം ലണ്ടനിലേക്ക് കടന്നു. കഴിഞ്ഞ ദിവസമാണ് കാർത്തി ചിദംബരത്തിന്റെ സ്ഥാപനങ്ങളിലെ റെയ്ഡ്. ഇതിന് പിന്നാലെയാണ് കാർത്തി ലണ്ടനിലേക്ക് കടന്നത്. അതേസമയം കാർത്തി ഉടൻ തിരിച്ചു വരുമെന്ന് പി ചിദംബരം പറഞ്ഞു. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സന്തോഷ് സർലിംഗ് ചേരുകയാണ്. സന്തോഷ്, ചിദംബരത്തിന്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നതെന്ത്? കാർത്തിയുടെ വിദേശത്തേക്കുള്ള കടക്കലിനെ ഏത് രീതിയിലാണ് വിലയിരുത്തപ്പെടുന്നത്? ഏറ്റവും പുതിയ വിശദാംശങ്ങൾ അടക്കം. അജിംഷാദ്, 2007 പി ചിദംബരം കേന്ദ്ര ധനമന്ത്രിയായിരിക്കുമ്പോൾ നടത്തിയ അഴിമതിയുമായി ബന്ധപ്പെട്ടാണ് മകൻ കാർത്തി ചിദംബരത്തിനെതിരെ കഴിഞ്ഞ തിങ്കളാഴ്ച CBI ഒരു കേസ് ചാർജ് ചെയ്ത്. അതിനുശേഷം ചെന്നൈയിലെ കാർത്തി ചിദംബരത്തിന്റെ വീട്ടിൽ ചൊവ്വാഴ്ചയോടെ റെയ്ഡൊക്കെ നടത്തിയിരുന്നു. എന്നാൽ ആ കേസ് വളരെ ശക്തമായി തുടരുന്നതിനിടയിലാണ് ഇന്നലെയോടുകൂടി വളരെ അപ്രതീക്ഷിതമായി കാർത്തി ചിദംബരം ചെന്നൈയിൽ നിന്ന് ലണ്ടനിലേക്ക് കടന്നിരിക്കുന്നു എന്ന വാർത്ത വരുന്നത്. ചെന്നൈ എയർപോർട്ട് അധികൃതർ നൽകുന്ന വിവരപ്രകാരവും അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തുമായി ഇന്നലെയാണ് പറഞ്ഞത്. ലണ്ടനിലേക്കാണ് പോയിരിക്കുന്നതെന്ന് അവരാണ് നൽകിയിരിക്കുന്ന വിവരം. മറ്റു വിവരങ്ങളൊന്നും ലഭ്യമല്ല. നേരത്തെ നമുക്കറിയാം, ഇത്തരം സാമ്പത്തിക തട്ടിപ്പിൽപ്പെട്ടാണ് വിജയ് മല്യ ലണ്ടനിൽ അഭയം തേടിയത്. വിജയ് മല്യ തിരിച്ചു കൊണ്ടുവരാനുള്ള നടപടികൾ ശക്തമായി നടക്കുന്നുണ്ട്. അത്തരത്തിലൊരു സമാനമായൊരു കേസാണ് കാർത്തി ചിദംബരവും നേരിടുന്നത്. അറസ്റ്റ് നടപടികൾ എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാം. പക്ഷേ ഇതുവരെ ഏതെങ്കിലും തരത്തിലുള്ള യാത്രാ വിലക്ക് കാർത്തി ചിദംബരത്തിന് CBI നൽകിയിട്ടില്ല. അത് ഉണ്ടാകും എന്ന് മുൻകൂട്ടി കണ്ടതുകൊണ്ടാണോ ഇത്തരത്തിലൊരു മുങ്ങൽ എന്ന സംശയവുമുണ്ട്. വിവിധ മാധ്യമങ്ങൾ ചിദംബരവുമായി, അദ്ദേഹത്തിന്റെ അച്ഛൻ ചിദംബരവുമായി ബന്ധപ്പെട്ടു. ചിദംബരം പറഞ്ഞിരിക്കുന്നത് ഇത് മുൻകൂട്ടി തീരുമാനിച്ച ഒരു യാത്ര തന്നെ എന്നാണ്. കാർത്തി ചിദംബരവുമായി ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചു. മാധ്യമങ്ങൾക്ക് ചിലർക്ക് അദ്ദേഹത്തെ ലഭിച്ചപ്പോൾ കാർത്തി ചിദംബരം നൽകിയിരിക്കുന്നത് ഇത് ബിസിനസ് പരമായി നേരത്തെ തന്നെ നിശ്ചയിച്ച ഒരു യാത്രയാണ്, താൻ വേഗത്തിൽ ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തും എന്നാണ്. പക്ഷെ എപ്പോൾ മടങ്ങിയെത്തും എന്ന കാര്യത്തിൽ ഉറപ്പൊന്നുമില്ല. എന്തായാലും അന്വേഷണം തുടങ്ങി 3-ാം നാൾ കാർത്തി ചിദംബരം ലണ്ടനിലേക്ക് പോയത് CBI ഉദ്യോഗസ്ഥരെ ഞെട്ടിച്ചിരിക്കുന്നു. ഉദ്യോഗസ്ഥരോട് പോലും അനൗദ്യോഗികമായി പോലും താൻ യാത്ര പോകുന്ന വിവരം കാർത്തി ചിദംബരം പറഞ്ഞിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. 2007 വിദേശ നിക്ഷേപ പ്രോത്സാഹന ബോർഡ് വഴി മുംബൈ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന INX എന്ന മാധ്യമത്തിന് 460 കോടിയോളം രൂപ ഇത് കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെ കൂടി തന്നെ ഇടപെടലോടുകൂടി ലഭിച്ചത്. പിന്നീട് CBI നടത്തിയ അന്വേഷണത്തിൽ അത്തരത്തിലൊരു വിദേശ നിക്ഷേപ പ്രോത്സാഹന ബോർഡ് വഴി ഇത്രയും വലിയൊരു തുക ലഭിക്കേണ്ട ഒരു മെറിറ്റ് ആ കമ്പനിക്കില്ല, INS മീഡിയക്കില്ല. പകരം 4.6 കോടി രൂപ മാത്രം ലഭിച്ചാൽ മതി. പക്ഷെ അതിനപ്പുറം 400 കോടിയിലധികം രൂപയാണ് ലഭിച്ചത്. ഇതിന് പിന്നിൽ ചിദംബരമുണ്ട് എന്ന് കണ്ടെത്തുകയും ചെയ്തു. കാരണം കാർത്തി ചിദംബരത്തിന്റെ പേരിൽ അല്ലെങ്കിൽ അദ്ദേഹം പരോക്ഷമായി നേതൃത്വം നൽകുന്ന അഡ്വാൻറ്റേജ് സ്ട്രാറ്റജി കൺസൾട്ടിംഗ് ലിമിറ്റഡ് എന്നൊരു കമ്പനിയാണ് ഈ കൺസൾട്ടൻസി ഇവർക്ക് INS മീഡിയയ്ക്ക് നൽകിയത്. ഈ കൺസൾട്ടൻസി വഴിയാണ് ഈ സാമ്പത്തിക സഹായം ലഭിച്ചതും. കൺസൾട്ടൻസി അത്തരത്തിലൊരു സഹായം നൽകിയതിന് INS മീഡിയ 10 ലക്ഷത്തോളം രൂപ കാർത്തി ചിദംബരത്തിന് നൽകുകയും ചെയ്തു. കാർത്തി ചിദംബരം അത് കൈപ്പറ്റിയ വൗച്ചറൊക്കെ CBI കണ്ടെത്തുകയും ചെയ്തു. അങ്ങനെ കേസ് വളരെ ശക്തമായിരിക്കുകയാണ്. അതിനിടയിലാണ് ലണ്ടനിലേക്കുള്ള ഈ മുങ്ങൽ. തീർച്ചയായും സന്തോഷ് സർലിംഗ്. ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡിന് പിന്നാലെ കാർത്തി ചിദംബരം ലണ്ടനിലേക്ക് കടന്നു. വിജയ് മല്യയെ പോലെ ഉള്ള രീതിയിൽ അതും ലണ്ടനിലേക്ക് തന്നെ കടന്ന കാർത്തിയുടെ നിലപാട് ഏതു തരത്തിലാണ് വ്യാഖ്യാനിക്കേണ്ടത് എന്നതിലേക്ക് ഉള്ള സമയമാണ് എത്തുന്നത്. ഇതേ സംബന്ധിച്ചുള്ള ആശങ്കകളും ചർച്ചകളെ സംബന്ധിച്ചുമാണ് സന്തോഷ് സർലിംഗ് നൽകിയത്.